ഹായ് ഫ്രണ്ട്സ്, ക്യൂൻസ് വ്ലോഗിൽ എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒരുപാട് ദിവസമായി ഒരു റെസിപ്പി നിങ്ങളെ പരിചയപ്പെടുത്തണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നാണത് പറ്റിയത്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് റോസ്റ്റാണ്. അതും എൻ്റെ സ്റ്റൈലാണ്. എന്നാൽ നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ബീഫ് ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും ഒഴിച്ച് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. അതിനായി ഒരു കുക്കറിൽ ബീഫ് എടുത്തിട്ടതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ ഉപ്പും ചേർത്ത് വേവിക്കാൻ വയ്ക്കാം. ഇതിൽ ഞാൻ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വേവിക്കാൻ വയ്ക്കാം കേട്ടോ. ബീഫ് ഉണ്ടാക്കാനായി ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ ഓയിലാണ് എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 5 സവാള കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളിയുടെ ഇതളുകളെല്ലാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. 6-7 പച്ചമുളക് അരിഞ്ഞത് ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ഉള്ളിയും പച്ചമുളകും ഒന്ന് വഴന്നു വരുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന 4 തക്കാളി കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കയ്യിലിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. തക്കാളിയുടെയും ഉള്ളിയുടെയും പച്ചമണം മാറുന്ന വരെ നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഉള്ളിയും തക്കാളിയും വഴന്നു വരുന്നതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറിയതിന് ശേഷം 2.5 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. മസാലയുടെ പച്ചമണം മാറുന്നതുവരെ നന്നായി വഴറ്റി കൊടുക്കാം. അതിനുശേഷം 3 സ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. മീറ്റ് മസാലയുടെ പച്ചമണം മാറുന്നവരെ നന്നായി വഴറ്റി കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റ് ആദ്യമേ ചേർക്കാതെ ഈ രീതിയിൽ നിങ്ങളൊന്ന് ചേർത്ത് നോക്കൂ. ഈ രീതിയിൽ ചേർക്കുന്നത് കൊണ്ട് കറികൾക്ക് കുറച്ചുകൂടി രുചി കൂടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. എൻ്റെ ഈ ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കൂട്ടോ. അപ്പോൾ നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ താരമായ ബീഫ് വേവിച്ചത് ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും കൊടുക്കാനും മറക്കരുതേ. അപ്പോൾ ബൈ.